الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അവിടെ സാധുക്കളായ നിർധനരായ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അറബിക് കോളേജ് ഉണ്ട് ചളിയങ്കോട്. പ്രസ്തുത സ്ഥാപനം കുട്ടികളിൽ നിന്നൊരു ഫീസും വാങ്ങാതെ പെൺകുട്ടികൾക്ക് താമസവും ഭക്ഷണവും അവരുടെ വിദ്യാഭ്യാസവും പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് നടന്നു പോകുന്നൊരു സ്ഥാപനമാണ്. അതിൻ്റെ ഒരു വർഷത്തേക്കുള്ള ചെലവ് കണ്ടെത്തുന്നത് റമദാനിലെ കളക്ഷനിലൂടെയാണ്. ആ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ വിജയം എന്നതിനുപയോഗിച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങളിൽ ഒന്നാണ് ഫലാഹ് എന്നത്. ഫലാഹ് എന്നതിലേക്ക് നിരന്തരം വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ് നമ്മൾ. ഹയ്യ അലൽ ഫലാഹ് എന്നത് ഒരു ദിവസത്തിൽ നമ്മൾ പല ആവർത്തി കേൾക്കാറുള്ള ഒന്നാണ്. വിജയത്തിലേക്ക് വരൂ എന്നാണ് നമ്മളതിന് അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളതും. ഖുർആനിൽ ആരാണ് യഥാർത്ഥ വിജയി, ആർക്കാണ് ഈ ആത്യന്തികമായ വിജയം ഫലാഹ് കരസ്ഥമാക്കാൻ സാധിക്കുക എന്നത് വിശദീകരിക്കുന്ന വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മൾക്ക് പരിചിതമായ രണ്ടിടങ്ങളിൽ ഖുർആൻ നടത്തിയിരിക്കുന്ന ഒരു പ്രയോഗം ഇങ്ങനെയാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക എന്നതാണ് ഒന്ന്. തസ്കിയത്ത് നേടിയവൻ വിജയിച്ചിരിക്കുന്നു എന്ന. രണ്ടാമത്തെ ഒരു പ്രയോഗം ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന. അതിനെ തസ്കിയത്ത് നടത്തിയവൻ വിജയിച്ചിരിക്കുന്നു എന്ന. ഒരിടത്ത് നമ്മൾ തസ്കിയത്ത് നേടുക എന്നാ പറഞ്ഞിട്ടുള്ളത്, മറ്റൊരിടത്ത് അതിനെ തസ്കിയത്ത് നടത്തുക എന്നാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോമ്പ് കാലത്താണുള്ളത്, റമദാനിലാണുള്ളത്. പ്രധാനുഷ്ഠാനം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ആരാധനാകർമ്മങ്ങളിൽ നിർബന്ധമായി നിർവഹിക്കേണ്ട ആരാധനാകർമ്മങ്ങളിൽ ഏറ്റവും ദൈർഘ്യമുള്ളതാണ് മറ്റ് ആരാധനാകർമ്മങ്ങളെ അപേക്ഷിച്ച്. ഒരു മാസക്കാലം കൊണ്ട് പൂർത്തിയാകുന്ന ഒരാരാധനാകർമ്മമാണ് നോമ്പെന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും ദൈർഘ്യമേറിയ ഈ ഒരു ആരാധനാകർമ്മത്തിൻ്റെ ലക്ഷ്യമെന്ത് എന്നതിന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന
ഉത്തരം പല ആവർത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ്, തഖ്വ നേടുക എന്നതാണ്. എന്തിനു നോമ്പെടുക്കുന്നു എന്ന ചോദ്യത്തിന് നമ്മൾക്ക് പറയാനുള്ള ഉത്തരം എനിക്ക് തഖ്വ നേടിയെടുക്കണം എന്നതാണ്. അതിനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു സംഗതി കൂടെയുണ്ട്. അത് നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നായിട്ടല്ല പറഞ്ഞത്, നേരെ മറിച്ച് അങ്ങനെ കൃത്യമായി ലക്ഷ്യം നിർണയിച്ചിട്ടുള്ള ഈ ഒരു ആരാധനാകർമ്മം ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന രൂപത്തിൽ ഒരു മനുഷ്യന് നിർവഹിക്കാൻ, ഒരു വിശ്വാസിക്ക് നിർവഹിക്കാൻ സാധിച്ചാൽ ലഭിക്കുന്ന ഒരു നേട്ടമായിട്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവന്റെ മനസ്സ് പാപക്കറകളിൽ നിന്ന് ശുദ്ധമാകും എന്നതാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ് തഖ്വ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒന്ന് അള്ളാഹുവിന്റെ ഔദാര്യമായി നൽകുന്ന ഒന്നാണ് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. ഞാനൊരാൾ തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റയാൾ വിട്ടുവീഴ്ച ചെയ്തു തരിക, പുറത്തു തരിക എന്നത് അയാളുടെ ഔദാര്യമാണ്. ഞാൻ തെറ്റ് ചെയ്യാതിരിക്കുക എന്നത് ഞാൻ സ്വമേധയാ ചെയ്യേണ്ട ഒന്നാണ്. ഇത് രണ്ടുമാണ് സത്യത്തിൽ തഖ്വയും മഗ്ഫിറത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. തഖ്വയും മഗ്ഫിറത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നോമ്പിലൂടെ ഒരു വിശ്വാസി സ്വായത്തമാക്കുന്നതും ഇത് രണ്ടുമാണ്. ഒന്ന്, അവൻ തഖ്വ പരിശീലിച്ചെടുക്കുകയും അങ്ങനെ തഖ്വ പരിശീലിച്ചെടുക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മഗ്ഫിറത്ത് നൽകുകയും ചെയ്യുക എന്നത്. ഇത് രണ്ടും നേടിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവന്റെ ഒരു മാസക്കാലത്തെ അധ്വാനത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എന്താണ് തസ്കിയത്ത് എന്ന് ചോദിച്ചാലും ഈ രണ്ട് സംഗതികളും ചേർന്നതാണ് തസ്കിയത്ത് എന്നത്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തുകളുടെ ഇരുവശങ്ങളും പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതിനെ സംസ്കരിച്ചവൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് തൊട്ട് മുമ്പ് ഖുർആൻ പറഞ്ഞു വെച്ച സംഗതി ഇങ്ങനെയാണ്: വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. നഫ്സും അതിനെ തസ്വിയത്ത് നടത്തിയവനും തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ പറയുന്നത്. നഫ്സിനെ ഹൽക്ക് നടത്തി എന്നതിന് പകരം, സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് പകരം ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം തസ്വിയത്ത് നടത്തി എന്നതാണ്. തസ്വിയത്ത് എന്നത് എല്ലാ സൃഷ്ടികളുടെ വിഷയത്തിലും അള്ളാഹു നടപ്പിലാക്കിയിട്ടുള്ള ഒരു ചര്യയാണ് പടച്ച തമ്പുരാന്റെ. സൂറത്തു അൽ ആലയുടെ തുടക്കത്തിൽ ഖുർആൻ അത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: സബ്ബിഹിസ്മ റബ്ബിക്കല്ലദീ ഖലഖ ഫസവ്വ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന് ഖൽഖ് നടത്തുക, സൃഷ്ടിക്കുക; രണ്ടാമത്തേത് തസ്വിയത്ത് നടത്തുക; മൂന്നാമത്തേത് തഖ്ദീർ നടത്തുക; നാലാമത്തേത് ഹിദായത്ത് നൽകുക എന്ന്. ഇത് എല്ലാ പടപ്പുകളുടെ വിഷയത്തിലും പടച്ച തമ്പുരാൻ നിർവഹിച്ചിട്ടുള്ള സംഗതിയാണ്. നഫ്സിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് നഫ്സിനെ തസ്വിയത്ത് നടത്തിയെന്ന. എന്നിട്ട് തസ്വിയത്ത് നടത്തിയ നഫ്സിൽ അള്ളാഹു ഇൽഹാമായി നൽകിയ 2 സംഗതികളെ കുറിച്ച് പറയുന്നുണ്ട്. ഫഅൽഹമാ ഫുജൂറഹാ വതഖ്വാഹ. അതിന് പടച്ചവൻ ഫുജൂറും തഖ്വയും ഇൽഹാമായി നൽകിയിരിക്കുന്നു എന്ന്. എന്നിട്ടാണ് ഖുർആൻ പറഞ്ഞത് ആ നഫ്സിനെ ആര് തസ്കിയത്ത് നടത്തിയോ അവൻ വിജയിച്ചിരിക്കുന്നു എന്ന്. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് ഇത് നോമ്പിന്റെ മാത്രം ഒരു പ്രത്യേകതയല്ല. ഏതൊരു ആരാധനാകർമ്മത്തിന്റെ ലക്ഷ്യമെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തെ തസ്കിയത്ത് നടത്തി ആത്യന്തികമായ വിജയത്തിലേക്ക് അവനെ എത്തിക്കാൻ പ്രാപ്തനാക്കുക എന്നതാണ്. ഒരിക്കലും ഒരു മാസക്കാലം പകൽ സമയത്ത് പട്ടിണി കിടക്കാൻ പറഞ്ഞാൽ എന്റെ അടിമ പട്ടിണി കിടക്കാൻ തയ്യാറുണ്ടോ എന്നത് പരിശോധിക്കാൻ വേണ്ടിയല്ല അള്ളാഹു നോമ്പ് നിയമമാക്കിയിട്ടുള്ളത് എന്ന് ചുരുക്കം. ഒരിക്കലും
5 നേരം നമസ്കരിക്കാൻ അവനോട് ആവശ്യപ്പെട്ടാൽ ദിനേന അവൻ നിർവഹിക്കുമോ എന്നത് പരിശോധിക്കാൻ വേണ്ടിയല്ല അള്ളാഹു നമസ്കാരം നിയമമാക്കിയിട്ടുള്ളത്. ആരാധനാകർമ്മങ്ങളുടെ മുഴുവൻ ലക്ഷ്യമെന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ തസ്കിയത്ത് ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ അവന്റെ ജീവിതം ഫലാഹിലെത്തിക്കുകയും ചെയ്യുക, ആത്യന്തികമായ വിജയത്തിലെത്തിക്കുകയും ചെയ്യുക എന്നതാണ് എന്ന് ചുരുക്കം. ഇനി എന്താണ് ഈ തസ്കിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ, സക്ക എന്ന പദത്തിന് 2 അർത്ഥങ്ങളാണ് വരിക. ഒന്ന്, ശുദ്ധീകരിച്ചു എന്ന. സക്കത്ത് തൗബ എന്ന് പറഞ്ഞാൽ ഐ തഹറഹു എന്ന, വസ്ത്രം ശുദ്ധീകരിച്ചു എന്നാണ് അതിനർത്ഥം. സക്കാത്ത് എന്ന പദം അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. രണ്ടാമത്തെ ഒരർത്ഥം സക്കൽ മാലു എന്നതാണ്. സക്കൽ മാലു എന്ന് പറഞ്ഞാൽ ഐ നമ എന്ന, അത് വളർന്നു എന്നതാണ്. സക്കാത്ത് എന്ന ആരാധനാകർമ്മം ഈ 2 കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. സമ്പത്തിന്റെ ശുദ്ധീകരണവും സമ്പത്തിന്റെ വളർച്ചയുമാണ് ആ ആരാധനാകർമ്മത്തിലൂടെ സാധ്യമായി തീരുന്നത്. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, സക്ക എന്ന പദത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ തസ്കിയത്ത് എന്ന പദത്തിന്റെ അർത്ഥം സംസ്കരണം സിദ്ധിക്കുക എന്നതാണ്, അല്ലെങ്കിൽ സംസ്കരിക്കുക എന്നതാണ്. സക്ക എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക എന്നും തെസക്ക എന്ന് പറഞ്ഞാൽ സംസ്കരണം നേടിയെടുക്കുക എന്നതുമാണ്. എന്തിനെയാണ് സംസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനെയാണ് തസ്കിയത്ത് നടത്തേണ്ടത് എന്നതിന് തഖ്വയും ഫുജൂറും ഇൽഹാം ചെയ്യപ്പെട്ടിട്ടുള്ള പടച്ചതമ്പുരാൻ തസ്വിയത്ത് നടത്തിയ മനസ്സിനെയാണ്, നഫ്സിനെയാണ് തസ്കിയത്ത് നടത്തേണ്ടത് എന്നതാണ് ഖുർആൻ വിജയത്തിന്റെ വഴിയായിട്ട് നമ്മൾക്ക് മുന്നിൽ പഠിപ്പിച്ചിരുന്നത്. ജീവിതത്തിന്റെ വിജയത്തിന്റെ വഴിയായിട്ട് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. തഖ്വ എന്ന് പറയുന്നത് ധർമ്മബോധമാണ്. ഏതൊരു വസ്തുവിനും അതിൻ്റെ ധർമ്മമുണ്ട്. ഓരോ വസ്തുവിനുണ്ട്. എന്താണോ അത് ധരിച്ചിരിക്കുന്നത് അതിനെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയാറുള്ളത്. ആ ധർമ്മം നിശ്ചയിക്കുന്നത് ഓരോ വസ്തുവും സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഓരോ വസ്തുവും ഉണ്ടാക്കിയിട്ടുള്ള, പടച്ചിട്ടുള്ള ആളാണ്, നിർമ്മിച്ചിട്ടുള്ള ആളാണ് എന്ന് പറയാം. ഇപ്പോ ഒരു സ്റ്റൂള്, അതിനൊരു ധർമ്മമുണ്ട്. അത് ഇരിക്കാൻ സൗകര്യപ്പെടുത്തി തരിക എന്നതാണ്, അല്ലെങ്കിൽ ഇരിക്കാൻ സൗകര്യമൊരുക്കുക എന്നതാണ്. മുമ്പ് ഉയരത്തിലുള്ള ഒരു വസ്തു എടുക്കാൻ വേണ്ടി സ്റ്റൂളിന് മുകളിൽ കയറി നിന്നിട്ട് സ്റ്റൂളിന്റെ കാല് അകന്നു പോവുകയും പൊട്ടി വീഴുകയും എന്നിട്ട് പൊട്ടിയ കാലിന്റെ ബാക്കി ഭാഗം വയറ്റിൽ കയറിയിട്ട് മരണപ്പെടുകയും ചെയ്തിട്ടുള്ള അനുഭവമുണ്ട്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സ്റ്റൂള് അതിൻ്റെതായ ധർമ്മത്തിനല്ലാതെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് ഇരിക്കാനുള്ളതാണ്, അത് കയറി നിൽക്കാനുള്ളതല്ല. അത് കയറി നിൽക്കാനുള്ളതാവണമെങ്കിൽ അതിൻ്റെ നിർമ്മാതാവ് ആ രൂപത്തിൽ അതിനെ നിർമ്മിക്കുകയും ആ ധർമ്മം കൂടെ അതിൽ ഉൾച്ചേർക്കുകയും വേണം. ഇത് അത്യാവശ്യം മുകളിലുള്ള കാര്യങ്ങൾ കൂടെ എടുക്കാൻ, കയറി നിൽക്കാൻ ഉപകരിക്കുന്നതാകണം എന്നത് അതും കൂടെ അതിൻ്റെ ധർമ്മമായി അതിൻ്റെ നിർമ്മാതാവ് നിർണയിക്കണം. ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഉപയോഗിക്കുന്ന ആളല്ല ഒരു വസ്തുവിന്റെ ധർമ്മം എന്ത് എന്നത് തീരുമാനിക്കുന്നത്. നേരെ മറിച്ച് അതിനെ ഉണ്ടാക്കിയ ആളാണ്, അല്ലെങ്കിൽ അതിനെ നിർമ്മിച്ച ആളാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ധർമ്മം എന്ത് എന്ന് നിശ്ചയിക്കുന്നത് മനുഷ്യനല്ല, നേരെ മറിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവാണ്. ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ സമ്പാദിക്കരുത്, എന്ത് കാണണം, എന്ത് കാണരുത്, എന്ത് പറയണം, എന്ത് പറയരുത് എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല എന്ന് ചുരുക്കം. നേരെ മറിച്ച് നമ്മളെ സൃഷ്ടിച്ചവൻ ആരാണോ അവനാണ് നമ്മുടെ ധർമ്മം തീരുമാനിക്കേണ്ടത്. ആ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുക എന്നതാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനെയാണ്
തഖ്വ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. ഈ ബോധം എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ അള്ളാഹു നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ടെന്നാ, ധർമ്മമനുസരിച്ച് ജീവിക്കാനുള്ള. പക്ഷെ അതോടൊപ്പം ചേർത്ത് വെച്ചിട്ടുള്ള മറ്റൊരു സംഗതി കൂടെയുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ള ഫുജൂർ എന്ന് പറയുന്നത്. അതിനെതിര് പ്രവർത്തിക്കാനുള്ള ത്വരയാണ്, അല്ലെങ്കിൽ അതിനെതിര് പ്രവർത്തിക്കാനുള്ള ചിന്തയാണ്. അങ്ങനെ മനസ്സിൽ അള്ളാഹു ഇൽഹാമായി നൽകിയിട്ടുള്ള അള്ളാഹുവിന്റെ സ്രഷ്ടാവിന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ബോധവും അള്ളാഹുവിന്റെ താല്പര്യത്തിനെതിര് പ്രവർത്തിക്കാനുള്ള ബോധവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഏത് അതിജയിക്കുന്നുവോ അതാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന് പറഞ്ഞതിന്റെ പൊരുൾ. നമ്മളുടെ തന്നിഷ്ടത്തെ അതിജയിക്കാനും പടച്ചതമ്പുരാന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും സാധിക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ തസ്കിയത്ത് നേടി എന്ന് പറയാൻ സാധിക്കുക. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ ഒരു വിശ്വാസി നേടേണ്ടതും അതാണ്. ഇത് സത്യത്തിൽ യഥാർത്ഥ ഗെയിം അല്ല. ഇത് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു പരിശീലനമാണ്. ഒരു പരിശീലനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നമ്മൾ വിലയിരുത്തപ്പെടുന്ന പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ യഥാർത്ഥ കളി എന്ന് പറയുന്നത് റമദാൻ കഴിഞ്ഞ് ഷവ്വാൽ മുതൽ ഷഅബാൻ വരെയുള്ള പീരീഡിലാണ്. അവിടെയാണ് അൽ ഹാക്കിം എന്ന നിലയിൽ, ഒരു വിധികർത്താവ് എന്ന നിലയിൽ, ഒരു ജഡ്ജ് എന്ന നിലയിൽ അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുകയും നമ്മൾക്ക് മാർക്കിടുകയും ചെയ്യുന്നത്. നമ്മളുടെ ജീവിതം വിജയമാണോ അതല്ല പരാജയമാണോ എന്നത് റമദാൻ നോക്കിയിട്ടല്ല. റമദാനിന് ശേഷമുള്ള ഷവ്വാൽ മുതൽ ഷഅബാൻ വരെയുള്ള നമ്മളുടെ ജീവിതത്തെയാണ് അള്ളാഹു നമ്മുടെ വിജയ പരാജയത്തെ നിർണയിക്കാൻ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഒരു വിധികർത്താവ് എന്ന നിലക്ക് അള്ളാഹു നിരീക്ഷിക്കുന്നത്. ആ ഘട്ടത്തിൽ എത്ര കണ്ട് എൻ്റെ അടിമക്ക് അവന്റെ ഇച്ഛകളെ നിയന്ത്രിച്ചു നിർത്താനും എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുന്നു എന്നതാണ് പടച്ചവൻ പരിശോധിക്കുന്നത്. അത് ക്ലോസ് ചെയ്യുന്നത് ഷഅബാനോടുകൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഷഅബാനിലായിരുന്നു എന്ന് പറഞ്ഞപ്പം അതിനെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് റജബിനും റമദാനിനും ഇടയിൽ ആളുകൾ അശ്രദ്ധയിലായ ഒരു മാസമാണ് എന്ന് പറഞ്ഞിട്ട് ആ സമയത്താണ് കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. അപ്പോൾ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു എന്നതാണ്. അത് ഒരു ഓഡിറ്റിംഗ് പീരീഡാണ് ശരിക്കും, അല്ലെങ്കിൽ അത് ആ ഒരു ഇവാലുവേഷന്റെ, ഒരു വിലയിരുത്തലിന്റെ ഒരു ഒരു ക്ലോസിംഗ് പീരീഡാണ് യഥാർത്ഥത്തിൽ ഷഅബാൻ എന്ന് പറയുന്നത്. അവിടെ ക്ലോസ് ചെയ്തു. പിന്നെ വരുന്ന ഒരു മാസക്കാലം എന്ന് പറയുന്നത് റമദാനാണ്. റമദാനിലൂടെ പിന്നീട് അങ്ങോട്ട് അടുത്ത ഒരു ഷവ്വാൽ മുതൽ ഷഅബാൻ വരെയുള്ള ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട പരിശീലനത്തിൽ ഏർപ്പെടുകയാണ് ഒരു വിശ്വാസി ചെയ്യുന്നത് എന്ന് ചുരുക്കം. ഞാൻ പറഞ്ഞല്ലോ, ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിലുള്ള കഴിവുകളെയാണ്, അവന്റെ സ്കില്ലുകളെയാണ് അവൻ ഉണ്ടാക്കിയെടുത്തതല്ല. അവൻ നൽകപ്പെട്ടിട്ടുള്ള സ്കില്ലിനെയാണ് അവൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പരിശീലിച്ച് പ്രായോഗികമാക്കി മാറ്റുന്നത്. കളിക്കളത്തിൽ പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ പരിശീലിച്ച് മൂർച്ച കൂട്ടുന്നത്. തഖ്വ എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും മനസ്സിൽ അള്ളാഹു ഇട്ടുവെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾക്ക് ചോദിച്ചു വാങ്ങാവുന്ന ഒന്നുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയായി നമ്മൾ പഠിച്ചിട്ടുള്ള ദീർഘമായ ഒരു പ്രാർത്ഥനയുടെ മധ്യഭാഗത്ത് വരുന്ന ഒന്നുണ്ട്. അതിങ്ങനെയാണ്: അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ വഅൻത വലിയുഹാ വമൗലാഹ.
അല്ലാഹുവേ എൻ്റെ നഫ്സിന് നീ തഖ്വ നൽകണമേ, അതിനെ നീ തസ്കിയത്ത് നടത്തുകയും ചെയ്യണമേ. അൻത ഖൈറു മൻ സക്കാ, അതിനെ തസ്കിയത്ത് നടത്തുന്നവരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ നീയാകുന്നു എന്ന്. അപ്പോ നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽഹാമായി നൽകിയിട്ടുള്ള ഒന്നാണ് തഖ്വ എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും ആ തഖ്വയെ നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നിരീക്ഷിക്കപ്പെടുന്ന ഘട്ടങ്ങളിൽ ഫുജൂർ അതിജയിച്ചു പോകുന്നു എന്നതാണ് നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം. നമ്മളുടെ ഇഷ്ടങ്ങൾ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾ അതിജയിച്ചു പോകുന്നു എന്നതാണ് നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഖുർആനിൽ ഒരു സൂറത്തിൽ പൂർണ്ണമായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സൂറത്തിന്റെ കണ്ടന്റ് പൂർണ്ണമായിട്ട് ഒരു പ്രവാചകന്റെ ചരിത്രം പറയാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചത് സൂറത്തു യൂസുഫാണ്. ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു അധ്യായം കൂടെയാണത്. ആരംഭിക്കുന്നത് തന്നെ തുടക്കത്തിൽ തന്നെ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് എന്ന് പറഞ്ഞിട്ടാണ്. നിനക്ക് നാം ഏറ്റവും നല്ല ഖസസ് നടത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖസസ് എന്ന് പറഞ്ഞാൽ കഥാകഥനം എന്നാണ്. ഖസ്സ എന്നതിന്റെ ബസ്റാണ്. ഖസസ് എന്ന് പറയുന്നത് കഥാകഥനം എന്നാണ്. ഏറ്റവും നല്ല കഥാകഥനം എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതേപോലൊരു കഥ മറ്റൊന്നുണ്ടാവില്ല എന്ന. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ള ഒരു സംഗതിയുണ്ട്. ഒരു നല്ല തിരക്കഥാകൃത്തിനടുക്കൽ അല്ലെങ്കിൽ ഒരു കഥയെ നിരൂപണം ചെയ്യാൻ പറ്റുന്ന, കൃത്യമായി കഥയെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ കയ്യിൽ സൂറത്ത് യൂസുഫ് കൈമാറിയിട്ട് ഇതൊരു കഥയാണ്, ഈ കഥയെ ഒന്ന് നിരൂപണം നടത്തി ഇതിന്റെ മികവുകളും പോരായ്മകളും ഒന്ന് കണ്ടെത്തി തരണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് പരിശുദ്ധ ഖുർആൻ അമാനുഷികമാണ് എന്നത് ബോധ്യപ്പെടും. കാരണം ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അഹ്സനുൽ ഖസസ് എന്ന, ഏറ്റവും നല്ല കഥാകഥനം എന്ന. സ്വാഭാവികമായിട്ടും അതേപോലൊരു കഥനം മറ്റൊന്നും ഉണ്ടാവില്ല എന്നതാണ്. മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് ആരംഭിക്കുന്നത് തന്നെ ക്ലൈമാക്സിൽ നിന്നാണ്, നമുക്കറിയാവുന്നതാണ്. ഇനി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ പിതാവിനോട് പറയുന്നത് കോട്ട് ചെയ്തുകൊണ്ടാണ് സൂറത്ത് യൂസുഫിന്റെ ആരംഭം തന്നെ. തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ആ കഥയുടെ ആരംഭം അതിന്റെ ക്ലൈമാക്സിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഞാൻ ആ കഥയുടെ ഒരു കഥാകഥനത്തിന്റെ രീതി പറഞ്ഞതാണ്. ഒരുപാട് പാഠങ്ങൾ പ്രസ്തുത ഒരു പ്രവാചകന്റെ ചരിത്രമാണ് പറഞ്ഞു പോകുന്നതെങ്കിലും, കഥയാണ് പറഞ്ഞു പോകുന്നതെങ്കിലും ഒരുപാട് പാഠങ്ങൾ നമ്മൾക്ക് നൽകുന്ന ഒരു അധ്യായം കൂടെയാണത്. അതില് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് താൽക്കാലികമായി നഷ്ടപ്പെട്ട സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായ മാനസികാവസ്ഥയെ ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട്. ഹസ്ന്, അദ്ദേഹത്തിനുണ്ടായ സങ്കടം. ആ സങ്കടം അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിൽ പ്രതിഫലിക്കാത്ത വിധം കടിച്ചു പിടിച്ചു വെച്ചു എന്നും ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഹുസ്നിനെ കടിച്ചു പിടിച്ചു വെച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു ശാരീരിക പ്രയാസം കൂടെ ഖുർആൻ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ കണ്ണിന് വെള്ള ബാധിച്ചു എന്നാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാരണം മിനൽ ഹുസ്നി വഹുവ കദീം, അദ്ദേഹത്തിന് ഹുസ്നുണ്ടായി എന്ന് മാത്രമല്ല അതിനെങ്ങനെ കടിച്ചു പിടിച്ചു വെച്ചു എന്നതാണ്, കവ്വ് ചെയ്തു എന്നതാണ്. അത് തന്റെ ദൗത്യ നിർവഹണത്തെ ബാധിക്കാത്ത രൂപത്തിൽ ഉള്ളിൽ അടക്കി പിടിച്ചു വെച്ചപ്പം, അതിനെ കടിച്ചു പിടിച്ചു വെച്ചപ്പം അത് ശരീരത്തിനെ എങ്ങനെ ബാധിച്ചു എന്നതാണ് ഖുർആൻ പറയുന്നത്. പഠനം നടക്കേണ്ട മേഖലയാണ്, പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയുമാണ്. അങ്ങനെ ഹുസ്ൻ എന്ന് പറയുന്നത് ഒരു നഷ്ടത്തിലുണ്ടാകുന്ന വേദന കടിച്ചു പിടിച്ചു വെക്കുന്നത് എങ്ങനെയാണ് മനുഷ്യന്റെ കാഴ്ചയെ ബാധിക്കുന്നത് എന്നത് പഠനം നടക്കേണ്ട ഒരു മേഖലയാണ്. ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ കാരണമെന്ന്, വെള്ള ബാധിക്കാനുള്ള കാരണമെന്ന്. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്
ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു അധ്യായമാണ്. അതിൽ നമ്മെ ഏറെ സ്വാധീനിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ സഹോദരങ്ങളാൽ കിണറ്റിലെറിയപ്പെടുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിൽ എത്തിപ്പെടുകയും ചെയ്യുകയാണ്. അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പരിചയക്കാരില്ല, ബന്ധുക്കളുമില്ല. ഇത് മനുഷ്യർക്ക് പലപ്പോഴും തെറ്റു ചെയ്യാൻ കരുത്ത് നൽകുന്ന ഒന്നാണ്. എന്നെ അറിയുന്ന ആളുകൾ ഉള്ളിടത്ത് അവരെങ്ങാൻ ഞാൻ ചെയ്തത് അറിഞ്ഞാൽ, എൻ്റെ കുടുംബമുള്ളിടത്ത് അവരെങ്ങാൻ ഞാൻ ചെയ്യുന്നത് കാണുകയോ അറിയുകയോ ചെയ്താൽ എന്ന ചിന്ത പലപ്പോഴും തെറ്റുകളിൽ നിന്ന് നമ്മളെ പിറകോട്ട് വലിക്കാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. തികച്ചും സ്വകാര്യമായ ഒരു സന്ദർഭത്തിലാണ്, അതും താൻ അങ്ങോട്ട് ചെല്ലുന്നതല്ല. ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് പക്ഷെ അനർഹമായ രീതിയിൽ. ഇമ്രാത്തുൽ അസീസ് ശാരീരിക ബന്ധത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഒഴിഞ്ഞു മാറുന്നത് അത്തരത്തിലൊരു വൈകാരികത ഇല്ലാത്ത ആളാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നതുകൊണ്ടല്ല, അമാനുഷികനാണ് എന്നതുകൊണ്ടല്ല. മനുഷ്യർക്ക് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന എല്ലാമുള്ള ഒരു മനുഷ്യനാണ്, എല്ലാ വികാരങ്ങളും ഉള്ള ഒരു മനുഷ്യനാണ് അള്ളാഹു റസൂലായി തെരഞ്ഞെടുത്തിട്ടുള്ള യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിജയം എവിടെയാണ് എന്ന് ചോദിച്ചാൽ, സാഹചര്യങ്ങൾ അത്രത്തോളം അനുകൂലമായിരുന്നിട്ടും ഏതൊരു മനുഷ്യനും അങ്ങേയറ്റം താല്പര്യപ്പെടുന്ന ഒരു തെറ്റിലേക്കാണ് ക്ഷണിക്കപ്പെടുന്നത് എന്നിരുന്നിട്ടും ആ താല്പര്യത്തെ നിയന്ത്രിക്കാൻ അള്ളാഹുവിനെ പേടിച്ച് മാത്രം, അള്ളാഹു മറ്റ് ഒരു ഘടകവുമല്ല അദ്ദേഹത്തെ ആ തെറ്റിലേക്ക് പിടിച്ചു വലിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നഹു റബ്ബി അഹ്സന മത്വാ ഇന്നഹു ലാ യുഫ്ലിഹു അദ്ദാലിമൂൻ. അവൻ എൻ്റെ റബ്ബാണ്, എന്റെ താമസം ഏറ്റവും നന്നാക്കി തന്നത്, ഈ സൗകര്യങ്ങളിൽ എത്തിച്ചത് അവനാണ്. ഒരിക്കലും ളുൽമ് ചെയ്യുന്നവൻ ഫലാഹിലെത്തുകയില്ല, വിജയത്തിലെത്തുകയില്ല എന്ന ബോധമാണ് മനസ്സിന്റെ ഇച്ഛകളെ നിയന്ത്രിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കരുത്ത് നൽകിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് അദ്ദേഹം ആ ഇമ്രാത്തുൽ അസീസ് എന്ന് പറയുന്ന സ്ത്രീ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ തൻ്റെ കൂട്ടുകാരികളെ കൂടെ ക്ഷണിച്ചു വരുത്തിയ ഘട്ടത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ പടച്ചവനോട് തേടുന്ന ഒരു തേട്ടമുണ്ട്. അതിങ്ങനെയാണ്, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. പടച്ചവനെ, ഇവരേതൊന്നിലേക്കാണോ എന്നെ വിളിക്കുന്നത് അതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് കാരാഗ്രഹമാണ് എന്ന് പറയുന്നത്, ജയിലാണ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സുഖങ്ങളൊന്നും അവിടെ ഉണ്ടാകില്ല എന്നറിയാഞ്ഞിട്ടല്ല, പക്ഷേ സാഹചര്യം ചിലപ്പോൾ മനുഷ്യനെ തെറ്റിലെത്തിക്കാം എന്ന ചിന്തയാണ് സാഹചര്യത്തിൽ നിന്ന് മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ, തെറ്റിന്റെ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, തെറ്റുകൾക്ക് മനസ്സ് താല്പര്യപ്പെടുക എന്നത് മാനുഷികമായ ഒരു സംഗതിയാണ്. അത് മാനുഷികമാണ് എന്ന് മാത്രമല്ല, തെറ്റുകൾക്ക് വേണ്ടിയുള്ള മനസ്സിന്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് നന്മക്ക് വേണ്ടിയുള്ള താല്പര്യത്തെക്കാൾ കടുത്തതായിരിക്കുകയും ചെയ്യും. അതാണ് തുടർന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളതും. നഫ്സിനെ ഞാൻ നിരപരാധിയാക്കുന്നില്ല. നഫ്സ് എന്ന് പറയുന്നത് തെറ്റിനു വേണ്ടി അങ്ങേയറ്റം കൽപ്പിക്കുന്നതാണ് എന്ന്. ഇങ്ങനെ മനസ്സ് തെറ്റുകൾക്ക് വേണ്ടി താല്പര്യപ്പെടുമ്പോൾ, നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, തെറ്റ് കാണാൻ, തെറ്റ് ചെയ്യാൻ, തെറ്റ് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുമ്പോൾ അതിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുക എന്നതാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്നതാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്. ഒരു മാസക്കാലം പകൽ സമയത്ത് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ലൈംഗിക വികാരങ്ങൾ അനുവദനീയമായ രൂപത്തിൽ പോലും, നേരത്തെ നമ്മൾക്ക് അനുവദനീയമായ രൂപത്തിൽ പോലും പൂർത്തീകരിക്കാതെ അതിനെ നിയന്ത്രിച്ചു നിർത്തുന്നതിലൂടെ നമ്മളൊരു തീവ്ര പരിശീലനത്തിലാണ്. ഒരു
നേരത്തെ പറഞ്ഞതുപോലെ ഒരു കളിക്കാരൻ അവന്റെ ഒരു സ്കില്ലിനെ കളിക്കളത്തിൽ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അവിടെ പരാജയപ്പെടാതിരിക്കാൻ ആ സ്കില്ലിനെ പരിശീലിപ്പിച്ച് മൂർച്ച കൂട്ടുന്നത് എങ്ങനെയാണോ അതേപോലെ എൻ്റെ ഇച്ഛയെ നിയന്ത്രിക്കാൻ പകൽ സമയത്ത് എൻ്റെ മനസ്സിന്റെ വലിയ വികാരങ്ങളെ നിയന്ത്രിച്ച് ഞാൻ പരിശീലിക്കുകയാണ്. ഇതുകൊണ്ട് നേടേണ്ടത് എന്താ? ശവ്വാൽ മുതലുള്ള ജീവിതത്തിൽ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്കെതിര് പ്രവർത്തിക്കാൻ മനസ്സ് താല്പര്യപ്പെടുമ്പോൾ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുക എന്നതാ. അതെന്തൊക്കെയാ? അത് കളവ് പറയാതിരിക്കുക എന്നതാണ്, അത് അനാവശ്യമായത് കാണാതിരിക്കുക എന്നതാണ്, അത് ചീത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്നതാണ്. പക്ഷേ നോമ്പ് കേവലം ഒരു പട്ടിണിയായി കണ്ടവൻ, ഞാൻ പട്ടിണി കിടക്കാൻ തയ്യാറുണ്ടോ എന്ന് അല്ലാഹു പരീക്ഷിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചവൻ പലപ്പോഴും അങ്ങനെ പട്ടിണി കിടക്കുമ്പോഴും അനാവശ്യമായത് കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പെന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ പട്ടിണി കിടക്കണമെന്ന് ഇല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു. തെറ്റായ പ്രവർത്തനങ്ങളും തെറ്റായ സംസാരവും കള്ളവർത്തമാനവും ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ പടച്ചവൻ നിങ്ങൾ പട്ടിണി കിടന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ പട്ടിണി കിടക്കുക എന്നതല്ല നോമ്പിന്റെ ലക്ഷ്യം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായി നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമ്പോഴാണ് നമ്മളുടെ നോമ്പ് കൊണ്ട് നമ്മൾ നേടേണ്ടത് നേടി എന്ന് പറയാൻ കഴിയുക. അതായത് ഇതിൻ്റെ ഫലം, ഈ കർമ്മം, നമ്മളുടെ ഈ ഒരു ഏറ്റവും ദൈർഘ്യമേറിയ ആരാധനാകർമ്മം സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോഴല്ല, നമ്മൾ ഇപ്പോൾ എത്ര ഖുർആൻ പാരായണം നടത്തി എന്നത് നോക്കിയല്ല, നമ്മൾ ഇപ്പോൾ എത്ര കണ്ട് പരിപൂർണമായിട്ട് പട്ടിണി കിടക്കാൻ തയ്യാറായി എന്നത് നോക്കിയല്ല, നേരെ മറിച്ച് നമ്മൾ ഈ ചെയ്യുന്ന പരിശീലനം തുടർന്നുള്ള നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് നോക്കിയാണ് ഈ കർമ്മത്തിന്റെ സാഫല്യം എന്ത് ചെയ്യുന്നത്, വിലയിരുത്തപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ സ്വീകാര്യത വിലയിരുത്തപ്പെടേണ്ടത് എന്ന് ചുരുക്കം. ഇനി അങ്ങനെ നമ്മൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ധർമ്മബോധത്തെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ചിന്തയല്ല, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ബോധത്തെ നമ്മൾക്ക് നൽകപ്പെട്ടിട്ടുള്ള, അങ്ങനെ ഒന്നും നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് പടച്ചവന്റെ അടുക്കൽ ഒഴുകഴി പറയായിരുന്നു, പടച്ചവനെ അങ്ങനെ എനിക്ക് കഴിയില്ല, എനിക്ക് ആ കഴിവ് നീ നൽകിയിട്ടില്ല, പിന്നെ ഞാനത് പരിശീലിച്ച് എങ്ങനെ മൂർച്ച കൂട്ടിയെടുക്കും അല്ലെങ്കിൽ പ്രയോഗവൽക്കരിക്കും എന്ന് നമ്മൾക്ക് പറയാമായിരുന്നു. ഒരാൾക്കില്ലാത്ത സ്കില്ല് പരിശീലിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നതല്ലല്ലോ, കഴിയുന്ന കാര്യമാണ്. പടച്ചവനത് നൽകിയിട്ടുണ്ട്, തഖ്വ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്, നമ്മളുടെ ഉള്ളിലുണ്ടത്. അങ്ങനെ അതിനെ നമ്മൾ പരിശീലനത്തിലൂടെ പ്രായോഗികമാക്കിയെടുക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ അതിൻ്റെ ഒരു ഉപഫലമായിട്ട് പടച്ചതമ്പുരാൻ നൽകുന്ന ഒന്നാണ്, പടച്ചവന്റെ ഒരു ഓഫറാണിത് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. മൻ സ്വമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും വിശ്വാസത്തോടും പ്രതിഫലം കിട്ടണം എന്ന ആഗ്രഹത്തോടും കൂടെ റമദാനിൽ നോമ്പനുഷ്ഠിച്ചാൽ അവന് കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നതാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ ഇങ്ങനെ ഒരു പരിശീലനമാണ് ഇത് എന്ന് പറഞ്ഞത് വെറുതെയല്ല. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ വയറ്റിലായിരിക്കെ ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുന്ന സമയത്ത് ആളുകളോട് പറയാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ആളുകള് അതിരൂക്ഷമായി വിമർശിക്കുമെന്നത് ഉറപ്പാ. കാരണം വിവാഹിതയല്ലാത്ത മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമ ഗർഭിണിയായിട്ട് ആളുകളുടെ ഇടയിലേക്ക് പോകുമ്പോ അത് നമ്മളായിരുന്നാലും എന്തേ പ്രതികരിക്കുള്ളൂ, ഇവള് പിഴച്ചുപോയല്ലോ എന്നേ പ്രതികരിക്കുള്ളൂ. അങ്ങനെ തന്നെയാ ആ നാട്ടുകാരും അന്ന് പ്രതികരിച്ചത്. മക്കാന അബൂക്കി ഇംറഅ സൗഇൻ വമാക്കാനത്ത് ഉമ്മുക്കി ബഗിയ, നിന്റെ ബാപ്പൊരു തെറ്റുകാരനായിരുന്നില്ലല്ലോ,
നിന്റെ ഉമ്മ പിഴച്ചവളായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ നീ ഇങ്ങനെയായിപ്പോയി എന്ന പ്രതികരണമാണ് ഉണ്ടായത്. അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല, കാരണം പ്രകടമായ തെളിവുണ്ട്. പിന്നെ ഇത് പടച്ചവന്റെ പ്രവർത്തനമാണ്, അമാനുഷികമാണ്, മാനുഷികമായ ഒന്നല്ല. നിങ്ങൾ മാനുഷികമായി മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് അത് എന്നൊന്നും പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ ജനനം കഴിഞ്ഞ ഉടനെ മഹദിൽ വെച്ചുകൊണ്ട് തന്നെ, തൊട്ടിൽ വെച്ച് തന്നെ. പക്ഷെ അതുവരെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കുക എന്നത്, വിമർശനങ്ങളെ പ്രതിരോധിക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ ഒന്നാണ്. അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പം പ്രതികരിച്ചു പോവുക എന്നത് ഏത് മനുഷ്യരിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അത് ചിലപ്പോൾ മാന്യമാവണം എന്നുമില്ല ആ പ്രതികരണം. അതുകൊണ്ട് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. നീ അങ്ങനെ ആളുകളെ കണ്ടാൽ എന്ത് പറയണം? ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ റഹ്മാനായ റബ്ബിന്, അർറഹ്മാന് ഒരു സൗം നേർന്നിരിക്കുകയാണ്, നെതിറാക്കിയിരിക്കുകയാണ്. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഇന്ന് ഞാൻ ആരോടും എന്ത് ചെയ്യില്ല, മിണ്ടൂല എന്ന്. അതങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ. പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ്. എല്ലായിടങ്ങളിലും പ്രതികരിക്കുക എന്നതല്ല, ചിലതിനോട് പ്രതികരിക്കാതിരിക്കാൻ കഴിയുക എന്നതാണ് കരുത്തെന്ന് പറയുന്നത്. ചിലയിടത്ത് മിണ്ടാതിരിക്കുക എന്നതാണ് കരുത്തെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് സൗം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അതാണ്. നമ്മളെ നിയന്ത്രിക്കുക എന്നതാണ്, പിടിച്ചു വെക്കുക എന്നതാണ്. അങ്ങനെ ജീവിതത്തിൽ പടച്ചതമ്പുരാന്റെ താല്പര്യങ്ങൾക്കെതിരായതിന് മനസ്സ് താല്പര്യപ്പെടുമ്പോൾ അവിടെ അൽ ഇംസാക്ക് എന്നതിന് സാധ്യമാവുക, പിടിച്ചു നിൽക്കുക എന്നതിന് സാധ്യമാകുക എന്നതാണ് നോമ്പിലൂടെ നേടേണ്ടത്. അങ്ങനെ നേടുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് എന്ന് പറയുന്ന അവന്റെ ഔദാര്യം നമ്മൾക്ക് നൽകുകയും ചെയ്യുന്നത്. ശരി, ഈ ഒരു നേട്ടത്തിലേക്ക് എന്തൊന്നാണോ നോമ്പിലൂടെ നേടേണ്ടത് അത് നേടുന്ന രൂപത്തിൽ നീ വ്രതാനുഷ്ഠാനം നിർവഹിച്ചിരിക്കുന്നു. കഴിഞ്ഞ ശവ്വാൽ മുതൽ ശഅബാൻ വരെയുള്ള നിന്റെ കർമ്മങ്ങളെ നിരീക്ഷിച്ചപ്പോൾ ഉണ്ടായിരുന്ന ചില പിഴവുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? ഒഴിവാക്കി തന്നിരിക്കുന്നു, പുറത്തു തന്നിരിക്കുന്നു. അത് ഇത്തരത്തിൽ ആരാധനാകർമ്മം നിർവഹിക്കുന്നു അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിക്ക് നൽകുന്ന ഒരു ഔദാര്യമാണ്. അങ്ങനെ തഖ്വയും മഗ്ഫിറത്തും നേടിയെടുക്കുന്നതിലൂടെ ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറ ആലു ഇംറാന്റെ 132-ാമത്തെ വചനത്തിൽ ഖുർആൻ ഈ രണ്ട് വിഷയങ്ങളും പറയുന്നുണ്ട്. വസാരിഉ, നിങ്ങൾ മുസാറഅത്ത് നടത്തണം എന്നാ പറഞ്ഞിട്ടുള്ളത്. സുറഅത്ത് എന്നത് ധൃതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ്. അത് ഫഅല വസ്നിലാണ്, സാറഅ എന്ന വസ്നിലാണ്. പരസ്പരം നിങ്ങൾ അങ്ങനെ ധൃതിപ്പെടുകയില്ല, എന്ന് മത്സരിച്ചു ചെല്ലുക എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങോട്ടാ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. അർദുഹ സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായി നിൽക്കുന്നതാണ് ആ സ്വർഗം. അത് ആർക്കുള്ളതാണ്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് തഖ്വയുള്ളവർക്കുള്ളതാണ്. തഖ്വയുള്ളവർക്കുള്ളത്. ആ ഒറ്റ ഉത്തരവേ ഉള്ളൂ കേട്ടോ ഖുർആനിന്. ആർക്കാണ് സ്വർഗം എന്നതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഉഇദ്ദത് ലിൽ മുത്തഖീൻ വഉസ്ലിഫത്തിൽ ജന്നത്തുൽ ലിൽ മുത്തഖീൻ വഉസ്ലിഫത്തിൽ ജന്നത്തുൽ ലിൽ മുത്തഖീൻ ഗൈറ ബഈദ് ഇന്ന ലിൽ മുത്തഖീന മഫാസ വൽ ആഖിബത്തു ലിത് തഖ്വ. ഇങ്ങനെ ഖുർആനിൽ എവിടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമ്മൾ കാണാം സ്വർഗം ആർക്കുള്ളതാ? സ്വർഗം തഖ്വയുള്ളവർക്കുള്ളതാ. അത് നേടാനാണ് അല്ലാഹു എന്ത് ചെയ്തിട്ടുള്ളത്? ആരാധനാകർമ്മങ്ങളെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ആരാധനാകർമ്മങ്ങളെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഖുർആൻ സൂറത്തുൻ നജ്മിൽ മനുഷ്യന്റെ കർമ്മങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പറയുന്നൊരു സംഗതിയുണ്ട്. വലാ തുസക്കു അൻഫുസക്കും, നിങ്ങളാരും നിങ്ങളുടെ നഫ്സിൽ തെറ്റുകൾക്ക് വേണ്ടി തോന്നലുണ്ടായിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞ് പരമപരിശുദ്ധരായി നടിക്കേണ്ടതില്ല. ഞാൻ പരമപരിശുദ്ധനാണ് എന്ന് പറയേണ്ടതില്ല. അങ്ങനെ സാധിക്കൂല. എല്ലാവരുടെ മനസ്സിലും എന്തുണ്ടാവും? തെറ്റിനു വേണ്ടിയുള്ള തോന്നലുണ്ടാവും. കാരണം അള്ളാഹു പറയുന്നത് ഹുവ അഅലമു ബിക്കും ഇദ് അൻശഅകും മിനൽ അർദി വഇദ് അൻതും അജിന്നത്തുൻ ഫീ ബുത്തൂനി ഉമ്മഹാതിക്കും. പടച്ചോൻ നിങ്ങൾ എന്ന് മുതൽ അറിയോ? ഇന്നും നിലയൊന്നും കാണാൻ തുടങ്ങിയതല്ലോ. മനുഷ്യൻ എന്നുള്ള നിലക്ക് മനുഷ്യനെ ഭൂമിയിൽ നിന്നുണ്ടാക്കിയ അന്ന് മുതൽ മനുഷ്യൻ എന്താണ്, മനുഷ്യന്റെ പ്രകൃതം എന്താണ്, ഫിത്റത്ത് എന്താണ്, അവന്റെ സവിശേഷതകൾ എന്താണ് എന്നതൊക്കെ പടച്ചോന് നന്നായിട്ട് അറിയാം. പിന്നെ ഓരോരുത്തരെ കുറിച്ചും അറിയാം. അതും എപ്പം മുതൽ? കുഞ്ഞുനാൾ മുതൽ അല്ല.
നിങ്ങളൊക്കെ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ ഗർഭസ്ഥ ശിശുവായത് മുതൽ നിങ്ങളെ പടച്ചോനറിയാം. അതുകൊണ്ട് നിങ്ങളാരും നിങ്ങളുടെ നഫ്സുകൾ പരമപരിശുദ്ധമാണ് എന്ന വാദവുമായിട്ട് എന്ത് ചെയ്യേണ്ട, വരേണ്ട. അതിനോട് ചേർത്തുകൊണ്ട് ഖുർആൻ പറയുന്ന ഒരു സംഗതി കൊണ്ടുണ്ടല്ലോ, ഹുവ ആലം ബിമനിത്തഖ. പക്ഷെ പടച്ചോൻ ഒരു കാര്യം കൂടി അറിയാം. അതെന്താ അറിയാമോ? മനസ്സിന്റെ ഇച്ഛകളെ നിയന്ത്രിച്ചു നിർത്തുന്ന തഖ്വയുള്ള ആളുകൾ ആരാണ് എന്നതും പടച്ചോൻ എന്ത് ചെയ്യാം, നന്നായിട്ട് അറിയാം. ഇതാണ് പടച്ചവൻ എന്ത് ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നത് എന്ന് ചുരുക്കം. നിരീക്ഷിക്കുന്നത് ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനം എന്നും ചുരുക്കം. ഇത് ആഖിറത്തിൽ മാത്രമല്ല കേട്ടോ, ദുനിയാവിലും അങ്ങനെ തന്നെ. ദുനിയാവിലും മനുഷ്യന്റെ ജീവിതം വിജയത്തിലെത്തുന്നത് എപ്പോഴാ? ഞാൻ എൻ്റെ മോനോട് പറയാറുണ്ട്, SSLCക്ക് പഠിക്കുന്ന മോനാ. അവര് പഠിക്കാനിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ചിലപ്പം സുഹൃത്തുക്കൾ കളിക്കുന്നുണ്ടാവും, സഹോദരങ്ങൾ കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നുണ്ടാവും. മനസ്സിന്റെ താല്പര്യം എന്തായിരിക്കും? കിടന്നുറങ്ങാൻ എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കൂടെ കളിക്കുക എന്നുള്ളതായിരിക്കും. ഇപ്പം ഞാൻ കളിക്കാൻ പോയാൽ അല്ലെങ്കിൽ കിടന്നുറങ്ങിയാൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ പരീക്ഷയിൽ വിചാരിച്ച വിജയം എനിക്ക് നേടാൻ കഴിയില്ല എന്ന ബോധമാണ് മനസ്സിന്റെ താല്പര്യത്തെ നിയന്ത്രിച്ചു നിർത്താൻ നിനക്ക് എന്ത് ചെയ്യേണ്ടത്, കരുത്ത് നൽകേണ്ട ഒരു സംഗതി. ഇപ്പം ഞാൻ പഠിക്കുക എന്നതാണ് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളത് എന്ന തിരിച്ചറിവാണ് നിന്നെ വിജയത്തിലേക്ക് എത്തിക്കുക. അതല്ല നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്റെ മനസ്സ് താല്പര്യപ്പെടുന്നതിനനുസരിച്ച് ചെയ്താൽ പരാജയപ്പെടും എന്ന തിരിച്ചറിവ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് മനുഷ്യന്റെ പാരത്രിക വിജയത്തെ മാത്രമല്ല ഇത് നിർണയിക്കുന്നത് എന്നുള്ളതാണ്. മനുഷ്യന്റെ ഐഹിക ജീവിതത്തിന്റെ വിജയത്തെയും നിർണയിക്കുന്നത് സ്വന്തത്തെ നിയന്ത്രിക്കാൻ, സ്വന്തം ഇച്ഛകളെ നിയന്ത്രിക്കാനും ഞാൻ വിജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള കരുത്താർജിക്കുക എന്നിടത്താണ് ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് ഒരു മനുഷ്യൻ വന്നിട്ട് ഉപദേശം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾക്കൊക്കെ ഇങ്ങനെ ദീർഘമായ വാതുകളാണല്ലോ, അരോചകമായ വാതുകൾ. അത് പറയുന്ന നമ്മളെപ്പോലുള്ള ആളുകളും കണക്കാണ്, സംഘടിപ്പിക്കുന്ന ആളുകൾക്കും വേണ്ടത് എങ്ങനെയാ ദീർഘമായ സംസാരങ്ങളൊക്കെയാ. പക്ഷേ പ്രവാചകന്റെ അടുത്ത് ഇദ്ദേഹം വന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ചെറിയ ഉപദേശം തരണം, പക്ഷേ അത് എന്നെ വിജയത്തിലേക്ക് എത്തിക്കുന്നതാവണം എന്ന നിലക്കാണ് അത് പറയുന്നത്. ദീർഘമായ വാദമൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഉപദേശം ലാ തഗ്ദബ് എന്നുള്ളതാണ്. നീ കോപിക്കാതെ ഗദബ് കാണിക്കാതിരുന്നാൽ മതി, ഗദബ് കാണിക്കാതിരുന്നാൽ മതി. വല്ലാതെ ചെറുതായി പോയപ്പം പിന്നെയും ചോദിച്ചു, എന്നാ ഒരു ഉപദേശം കൂടി ആവാം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്നാ പറഞ്ഞത്, ലാ തഗ്ദബ്. 3 തവണയും അത് ആവർത്തിച്ച് പറഞ്ഞു, ലാ തഗ്ദബ് എന്നെന്നാ പറഞ്ഞത്. പലപ്പോഴും അദ്ദേഹത്തിന് വീണ്ടും പുതിയൊരു ഉപദേശം കൊടുക്കാതിരുന്നത് അത് അദ്ദേഹം അങ്ങനെ ഒരു വീക്ക്നെസ് ഉള്ള ആളായിരുന്നു, എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളായിരുന്നു. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉപദേശം കൊടുത്തത്, അദ്ദേഹത്തിൽ തിരുത്തപ്പെടേണ്ടത് അതായിരുന്നു എന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അല്ല, ഗദബ് കാണിക്കാതിരുന്നാൽ മതി ഒരു മനുഷ്യന് ജീവിതത്തിൽ വിജയിക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അങ്ങനെ പറയാൻ കാരണം, ഒരു മനുഷ്യൻ മനസ്സിന്റെ ഇച്ഛകൾക്ക് ഏറ്റവും അധികം കീഴ്പ്പെട്ടു പോകുന്ന ഒരു രംഗമേതാ? അവന് ഗദബുണ്ടാകുമ്പോഴാണ്. അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് പ്രതികരിച്ചിട്ട് പറയെന്താ ചോദിച്ചാല്, നിങ്ങൾ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു, മുന്നിൽ ആരള്ളത് നിങ്ങൾ നോക്കണ്ടില്ലായിരുന്നോ, ആരോടാ സംസാരിക്കുന്നത് എന്ന് നോക്കണ്ടില്ലായിരുന്നോ? അത് അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യൻ പരാജയപ്പെടുന്നത് അവിടെയാണ്. ഗദബ് വരും, അത് നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിയുന്നു. ഗദബ് ഉണ്ടാവില്ല എന്ന് പറയണില്ല, ഉള്ളിൽ കോപം വരില്ല, പക്ഷെ അതിനെ പുറത്തേക്ക് വരുമ്പോഴാണ് അതിനെ ഗദബെന്ന് പറയാ. പുറത്തേക്ക് വരുമ്പോഴാണ് അതിനെ ഗദബെന്ന് പറയാ, പ്രതികരണമായിട്ട്. അങ്ങനെ ഗദബായി പുറത്തേക്ക് വരാത്ത കോലത്തിൽ അതിനെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ മറ്റേത് മനസ്സിന്റെ താല്പര്യങ്ങളെയും നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഭാരമുള്ള സംഗതിയല്ല. നമ്മളൊന്ന് പരിശീലിച്ചു നോക്കി. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഫലാഹിലേക്ക് എത്താൻ നമ്മൾക്ക് കഴിയും, വിജയത്തിലേക്ക് എത്താൻ നമ്മൾക്ക് കഴിയുമെന്നതാണ്. നമ്മളുടെ പ്രതികരണങ്ങളെ ആലോചിച്ച് നടത്താൻ നമ്മൾക്ക് കഴിയുക എന്നുള്ളതാണ്. നമ്മളുടെ റെസ്പോൺസുകളെ കൃത്യമായ ആലോചനയ്ക്ക് ശേഷം മാത്രമാക്കാൻ നമ്മൾക്ക് കഴിയുക എന്നുള്ളത്. ഏത് കാര്യങ്ങളോടുള്ള പ്രതികരണമായിരുന്നാലും ശരി, ഏത് കാര്യങ്ങളോടുള്ള നമ്മളുടെ പ്രതികരണങ്ങളായി, അതാണ്
ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കാനുള്ള കരുത്താർജിക്കുമ്പം സ്വാഭാവികമായിട്ടും എന്നാലും മനുഷ്യനല്ലേ, ചിലപ്പോൾ തെറ്റിലൊക്കെ പ്രലോഭനങ്ങളിലോ പ്രകോപനങ്ങളിലോ ഒക്കെ പെട്ടിട്ട് ചെറിയ ചെറിയ തെറ്റിലൊക്കെ പെട്ടുപോകും. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുകയും ചെയ്യും. തെറ്റ് ചെയ്തു പോയാൽ മനസ്സിൽ ചൊറിച്ചിലുണ്ടാവുക, മനസ്സിൽ വേദന ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. മാഇസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 4 തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്, ത്വഹിർനി, എന്നെ ശുദ്ധീകരിച്ചു തരും പ്രവാചകന്, എന്നെ ശുദ്ധീകരിച്ചു തരുന്ന്. എന്തിനാ പറയുന്നത്? എറിഞ്ഞു കൊല്ലാനാ പറയുന്നത്, ഇല്ലേ? ഹദ് നടപ്പിലാക്കാനാ പറയുന്നത്. എറിഞ്ഞു കൊല്ലാനാ, വലിയ സുഖമുള്ള സംഗതി ഒന്നും അല്ല. അങ്ങനെ ഒരു മനുഷ്യൻ വന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ അവന്റെ മാനസിക നിലക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. പ്രവാചകൻ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ എന്തെങ്കിലും മാനസിക പ്രയാസം ഉണ്ടോന്ന് ചോദിച്ചു. അബിഹി ജുനൂൻ, ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ടോ? ഇല്ല പ്രവാചകൻ, അങ്ങനെ ഒരു പ്രശ്നവും അദ്ദേഹത്തിനില്ല. അശരിബൽ ഹംറ, അവൻ കള്ള് കുടിച്ചിട്ടുണ്ടോ നോക്കി, ഞങ്ങള് നോക്കി മണത്ത് നോക്കി, ഇല്ല പ്രവാചകരെ. പിന്നെ എന്താണ് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്? എന്നിൽ ഹജ്ജ് നടപ്പിലാക്കണം എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത്? ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ മനസ്സിന് അനുഭവപ്പെടുന്ന ഭാരമുണ്ടല്ലോ, അത് ജീവിതത്തെ ദുസ്സഹമാക്കുന്നു. ഇതങ്ങ് ഇറക്കി വെച്ചാൽ, ആ ഭാരങ്ങ് ഇറക്കി വെച്ചാൽ ഞാനങ്ങ് സ്വതന്ത്രനായി, ഞാൻ വെയിറ്റ്ലെസ് ആയി. എനിക്ക് പിന്നെ അതിനേക്കാൾ വലിയ ഒരു ആശ്വാസം വേറെ എവിടെയും കിട്ടാനില്ല. എൻ്റെ ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കണം. വിശ്വാസിക്ക് ഉണ്ടാവുന്ന ഒരു പിന്നെ പ്രത്യേകതയാണത്. ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് ജീവിച്ചാലും ഏതെങ്കിലുമൊക്കെ ഒരു ദുർബല നിമിഷത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിൽ പെട്ടുപോയാൽ പിന്നെ അവന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരിക്കും. ആ ഭാരം ഇറക്കി വെക്കാൻ കഴിയുന്നിടത്ത് വരെ. ഖദിസിയ യുദ്ധത്തിന്റെ സമയത്ത് ഇബ്നു മുഹ്ജൻ റളിയല്ലാഹു അൻഹു കള്ള് കുടിച്ചു പോയിട്ട് അദ്ദേഹത്തെ പിടിച്ചിട്ട് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കൊണ്ട് ചെന്നപ്പം അദ്ദേഹത്തെ ചങ്ങലയിൽ ബന്ധിക്കുന്നുണ്ട് ഹദ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. ചങ്ങലയിൽ ബന്ധിതനായിരിക്കുന്ന സമയത്ത് ശത്രുക്കളാൽ മുസ്ലിം സൈന്യം പരാജയപ്പെടുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടം സഹിക്കാതെ അദ്ദേഹം ആ സങ്കടം ഇങ്ങനെ പാട്ടിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അവസാനം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ബിൻത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയിട്ട് എന്നെ ഒന്ന് മോചിപ്പിച്ചു, ഞാനൊന്ന് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് കെഞ്ചി പറഞ്ഞിട്ട് അഴിച്ചുവിട്ട് അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പോരാടെ മലക്കിറങ്ങിയതാണോ എന്ന് ചിന്തിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശത്രുക്കളോട് പോരടിച്ച് മുസ്ലിങ്ങൾക്ക് വിജയം ഉറപ്പിച്ചതിന് ശേഷം സ്വന്തം തിരിച്ചു വന്ന് ചങ്ങലയിൽ ബന്ധിതനായി. യുദ്ധം കഴിഞ്ഞ് ആളുകൾ തിരിച്ചു വന്ന് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഹദ് നടപ്പിലാക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഇബ്നു മുഹ്ജൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നപ്പം ബിൻത് ഹഫ്സ റളിയല്ലാഹു അൻഹ വിഷയം പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിജയം നേടിക്കൊടുത്ത ഇദ്ദേഹത്തിന് ഞാൻ ഹദ് നടപ്പിലാക്കുന്നില്ല എന്ന് തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ ഇബ്നു മുഹ്ജൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതെന്താ അറിയാവോ? ഞാൻ കള്ളു കുടിച്ചു പോയപ്പോഴേ എനിക്കുണ്ടായിരുന്നൊരു ആശ്വാസം എന്താ അറിയാവോ? നിങ്ങൾ എൻ്റെ മേൽ ഹദ് നടപ്പിലാക്കല്ലോ എന്നതായിരുന്നു. ഹദ് നടപ്പിലാക്കിയാൽ ആ തെറ്റിന്റെ ഭാരം എൻ്റെ മനസ്സിൽ നിന്ന് പോവല്ലോ എന്ന് വിചാരിച്ചിരുന്നു ഞാൻ. ആ തെറ്റങ്ങ് ഒഴിവായി കിട്ടല്ലോ എന്ന്. നിങ്ങളിപ്പോൾ അത് ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ്. അവിടെ ഒരു ആശ്വാസം കിട്ടിയിരുന്നതായിരുന്നു. ഈ ഭാരം ഇറക്കി വെക്കാൻ നിങ്ങൾ എന്നിൽ ഹദ് നടപ്പിലാക്കുമല്ലോ എന്നുള്ളതായിരുന്നു. ഇനി ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല, ഈ പണി എടുക്കൂല എന്ന് തീരുമാനിക്കാണ് അദ്ദേഹം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മളുടെ മനസ്സിൽ നിന്ന് തെറ്റുകളുടെ പേരിൽ അനുഭവിക്കുന്ന പാപഭാരത്തെ ഇറക്കി വെക്കാൻ കഴിയുക എന്നതിനേക്കാൾ ഒരു വിശ്വാസി അനുഭവിക്കുന്ന ആശ്വാസം വേറെയില്ല. ഹാമിദിയ, ആ സ്ത്രീയും അങ്ങനെ ഹദ് ഏറ്റുവാങ്ങാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളതും അതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ സ്വർഗീയ സുഖങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പം കല്ലും മുള്ളുകളും നിറഞ്ഞ ഇടമായിരുന്നു. പക്ഷേ അത് സഹിക്കാൻ കരുത്ത് നൽകിയിട്ടുള്ളത് തെറ്റ് ചെയ്തു പോയി എന്നിൽ നിന്ന് അതെന്ത് ചെയ്യണം? അതിന്റെ ഭാരം ഒഴിവാക്കപ്പെടണം. അതിന് ഞാൻ എന്ത് വേദനയും സഹിക്കാൻ തയ്യാറാണ്. അതൊരു വിശ്വാസിയുടെ മാനസികാവസ്ഥയാണ് അനദാമത്ത് എന്ന് പറയുന്നത്. അത് നേടിയെടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ചെറിയ ആശ്വാസമല്ല, അതൊരു ചെറിയ അനുഗ്രഹവുമല്ല. ഈ റമദാനിലൂടെ നമ്മൾക്ക് നേടാൻ കഴിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി
മറ്റൊന്ന് അതാണ്. പടച്ചവന്റെ മഗ്ഫിറത്ത് എന്ന് പറയുന്ന ഔദാര്യത്തെ സ്വന്തമാക്കുക എന്ന്. ഈ നേട്ടങ്ങൾ കൈവരിച്ചിട്ട് ശവ്വാൽ 1 എന്ന് ഉറപ്പുവരുത്തുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സന്തോഷമുണ്ട്. നമ്മളുടെ അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം. ആ സന്തോഷമാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. വലിതുക്മിൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നിങ്ങൾ ആ എണ്ണം ഇങ്ങനെ പൂർത്തിയാക്കിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി. എന്തിൻ്റെ പേരിൽ? നിങ്ങൾ നേരായ വഴിയിലായതിൻ്റെ പേരിൽ. അലാ മാ ഹദാകും, നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ. എല്ലാവരും ആഘോഷിക്കുമ്പോൾ നമ്മളും ആഘോഷിക്കുക. ആ ആഘോഷത്തിൽ അങ്ങോട്ട് പങ്കുചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആനന്ദം, അതല്ല പെരുന്നാളിൻ്റെ ആനന്ദം എന്ന് പറയുന്നത്. ഞാനൊരു മാസക്കാലം ഒരു കടുത്ത പരിശീലനത്തിലായിരുന്നു. അതിലൂടെ നേടേണ്ട ചിലതുണ്ടായിരുന്നു. അത് ഞാൻ നേടിയിട്ടുണ്ട്. ആ കരുത്ത് ഞാൻ നേടിയിട്ടുണ്ട്. എൻ്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിപ്പം മുസക്കയാണ്, സംസ്കരിക്കപ്പെട്ട ഒന്നാണ്. തെസക്ക എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക്, സംസ്കരണം നേടുക എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ഇപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ പ്രഖ്യാപിക്കും. ആ സന്തോഷം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പം, സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുമ്പം അവർ പറയുന്നൊരു സന്തോഷം, അവർ തിരിച്ച് അപ്പം എന്നാ പറയുന്നൊരു സന്തോഷമുണ്ട്. ഞാനും അതെ തഖബ്ബൽ അല്ലാഹു മിന്ന, നമ്മളടുത്ത് നിന്നൊക്കെ പടച്ചവൻ സ്വീകരിക്കട്ടല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അതാണ് ഫിത്ർ പെരുന്നാളിൻ്റെ ആനന്ദം എന്ന് പറയുന്നത്. അത് നേടിയെടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയിട്ടുള്ള തെറ്റുകൾ പടച്ചതമ്പുരാൻ നമ്മൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പശ്മേഷ്യ വല്ലാത്തൊരു അശാന്തിയുടെ അവസ്ഥയിലാണുള്ളത്. അള്ളാഹു എല്ലാ നിലക്കുമുള്ള ശാന്തിയും സമാധാനവും ലോകത്ത് എല്ലായിടത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله وسلم على نبيه الكريم. الحمد لله رب العالمين.